പാണക്കാട് തങ്ങളെ സംരക്ഷിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണോ സുന്നികളുടെ പുതിയൊരു വേദി രൂപപ്പെട്ടിരിക്കുകയാണ്? അതെ. സുന്നി ആദർശ സംരക്ഷണ വേദി. എന്താണ് ഇതിന്റെ ഉദ്ദേശം, ഇതിന്റെ പിന്നില്? അത് സത്യത്തിലിപ്പോ ഈ ലീഗും സമസ്തയും തമ്മിലുള്ള പോരിനിടയിലെ മുസ്ലിം ലീഗിനെ രക്ഷിച്ചെടുക്കാൻ അതുവഴി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും രക്ഷിച്ചെടുക്കാനുള്ള പോരാട്ടത്തിൽ അനുയായികൾ ഏർപ്പെടുകയാണ്. എനിക്ക് തോന്നിയത് പലപ്പോഴും അവർ ചെയ്യുന്ന എല്ലാ നീക്കങ്ങളും അവർക്ക് തന്നെ ദോഷമാണ് ചെയ്യുക. കാരണം ഈ ശിഹാബ് തങ്ങളെ രക്ഷിക്കാൻ, പാണക്കാട് കുടുംബത്തെ രക്ഷിക്കാൻ ഒരു മുന്നേറ്റത്തിൻ്റെ ഒരു മൂവ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം അവർ ഈ പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെയോ സമസ്തയുടെയോ ഒരു പരിവേഷം ഇല്ലാതെ തന്നെ ആത്മീയ നേതൃപദവിയിൽ എത്തിയവരാണ്. നേരത്തെ തന്നെ ചരിത്രപരമായി എത്തിച്ചേർന്നതാണത്. അതത്ര വേഗം തകർക്കാനൊന്നും എളുപ്പമല്ല. പക്ഷേ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നൊരു കാര്യം എന്ന് വെച്ചപ്പോൾ ഈ ലീഗാണ് ശിഹാബ് തങ്ങളെ സൃഷ്ടിച്ചത് എന്നൊരു പ്രതീതി ഉണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ സമസ്തയാണ് ശിഹാബ് തങ്ങൾ. അങ്ങനെയല്ലല്ലോ, ചരിത്രത്തിൽ അങ്ങനെയല്ല. സത്യത്തിൽ ഈ ശിഹാബ് തങ്ങളുടെ മേൽവിലാസം കൊണ്ട് ലീഗിന് ആവശ്യമുള്ളപ്പോൾ അവർ ഉപയോഗിക്കുകയാണ് ഉണ്ടായത്. ശിഹാബ് തങ്ങളുടെ ജനപ്രീതി സമസ്തക്ക് ആവശ്യമുള്ളത് കൊണ്ട് അവർ ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഇതിനതീതമായി നിൽക്കുന്ന ഒരു കുടുംബവും ഒരു ആത്മീയമായ വലിയൊരു വടവൃക്ഷമാണ് പാണക്കാട് കുടുംബം. അത് മനസ്സിലാക്കാത്തത്, അത് എനിക്ക് തോന്നുന്നു ഇത് മനസ്സിലാക്കാതെ ശിഹാബ് തങ്ങൾക്ക് എന്തോ അപകടം വരാൻ പോകുന്നു, ശിഹാബ് തങ്ങൾ എന്ന ബിംബം തകരാൻ പോകുന്നു, ശിഹാബ് തങ്ങൾ തകർന്നു കഴിഞ്ഞാൽ അത് ലീഗിനെ ബാധിക്കും, അത് അങ്ങനെയാണ്. സമസ്തയിലൊരു ശിഹാബ് തങ്ങൾക്കെതിരെ ഒരു ഗ്രൂപ്പ് വളർന്നു വന്നാൽ അത് വല്ലാതെ ലീഗിനെ തകർത്ത് കളയും എന്നൊക്കെയുള്ള ഭീതിയിൽ നിന്ന് യഥാർത്ഥത്തിൽ ഇത് ആരാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. ഒരുപാട് നീക്കങ്ങൾ നടന്നല്ലോ, ഇപ്പോൾ ശ്രദ്ധിച്ചില്ലേ? നേരത്തെ തന്നെ അതുണ്ടായിരുന്നു. പാണക്കാട് തങ്ങൾക്കെതിരെയുള്ള വലിയ നീക്കം ആദ്യം നടത്തിയത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ് 1989 കാലത്ത്. അദ്ദേഹത്തിൻ്റെ നീക്കത്തിൽ അദ്ദേഹത്തിന് ഗുണമുണ്ടായി. ഒരു പുതിയ സുന്നി ഉണ്ടായി. സുന്നി പ്രസ്ഥാനം രണ്ടായിട്ട് വളർന്നു. അദ്ദേഹം വലിയ അനുയായികളുണ്ടായി. അതൊരു വലിയ ഗ്രൂപ്പായി വളർന്നു. അവർ കുറേ സ്ഥാപനങ്ങളുണ്ടായി. അവർ വളർന്നു. പക്ഷെ അതുകൊണ്ട് പാണക്കാട് തങ്ങൾക്ക് ദോഷമൊന്നും വന്നിട്ടില്ല. പാണക്കാട് തങ്ങളെ യഥാർത്ഥത്തിൽ അന്നും പാണക്കാട് തങ്ങളെയാണ് ഇവർ പിൻ പോയിന്റ് ചെയ്തത്. കാന്തപുരവും കൂട്ടരും വന്ന് പാണക്കാട് തങ്ങളെയായിരുന്നു കൃത്യമായിട്ട് ഊന്നിയത്. കാരണം എറണാകുളത്ത് കാന്തപുരം ഗ്രൂപ്പ് വെച്ച ഒരു സമ്മേളനം SYSൻ്റെ ആണെന്ന് എൻ്റെ ഓർമ്മ. ആ സമ്മേളനത്തിന് പോകരുത്, യഥാർത്ഥ സുന്നികൾ പോകരുത് എന്നൊരു പ്രസ്താവന ശിഹാബ് തങ്ങളെ കൊണ്ട് നടത്തിച്ചു. എനിക്ക് തോന്നുന്നു ശിഹാബ് തങ്ങൾ അന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം അത്ര ഗൗരവത്തോടെ അറിഞ്ഞിട്ടാണോ ആ പ്രസ്താവന വന്നതെന്ന് എനിക്കറിയില്ല. ആവശ്യമില്ലാത്തൊരു പ്രസ്താവനയാണ്. അദ്ദേഹം ആ പേര് കളയേണ്ടിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയെ മുൻനിർത്തി ശിഹാബ് തങ്ങൾക്കും ലീഗിനും എതിരായിട്ടാണെന്ന് കാന്തപുരം രംഗത്ത് വന്നത്. അതാണ് പിന്നീട് വലിയൊരു മൂവ്മെൻ്റായി മാറിയത്. അപ്പോൾ സത്യത്തിൽ ശിഹാബ് തങ്ങളുടെ പ്രസ്താവനയോടുകൂടി അവർക്ക് വാശി കൂടുകയും അതൊരു പ്രസ്ഥാനം വലിയ ആവേശം കൂടുകയൊക്കെയാണ് ചെയ്തത്. പക്ഷെ അന്നും ഇത്രയും കാലം, ഇപ്പോൾ 89 നിന്ന് എത്ര കാലമായി? ഇപ്പോൾ എത്രയായി? അല്ല, 33 കൊല്ലമായില്ലേ? അല്ലേ? 1989 അപ്പോൾ ഇത്രയും കാലമായിട്ട് പാണക്കാട് കുടുംബത്തിനൊന്നും പറ്റിയിട്ടില്ല. അത് മനസ്സിലാക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെല്ലാം നീക്കങ്ങൾ സമസ്തയിൽ തന്നെ പിന്നീട് വന്ന ഇപ്പോൾ പ്രധാനപ്പെട്ടൊരു നീക്കമാണ്. ഇത്രയും കാലം കഴിഞ്ഞപ്പോൾ ഇതേതാണ്ട് മനസ്സിലായി. പാണക്കാട് തങ്ങളോട് പോലും ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വലിയ അനുഭാവത്തിൽ വാശിയൊക്കെ തീരുകയും പാണക്കാട് കുടുംബത്തോടും, സമസ്ത തന്നെ രണ്ടായിരുന്നല്ലോ, ആ രണ്ട് സമസ്ത ഒന്നായി തീരുക എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു പോകാമെന്നൊരവസ്ഥയിലൊക്കെ എത്തിച്ചേരുക. രണ്ടു കൂട്ടരുടെയും വാശി തീർന്നു. രണ്ടു കൂട്ടരും വളരേണ്ടത്, ഈ പിളർപ്പ് കൊണ്ട് വളരേണ്ടത് വളർന്നു. രണ്ടു കൂട്ടരുടെയും സ്ഥാപനങ്ങൾ ശക്തിപ്പെട്ടു, അനുയായികളും ഉണ്ടായി. അപ്പോൾ അവർക്ക് തോന്നി ഇത് സുന്നികളാണല്ലോ രണ്ടും തമ്മിൽ ആശയപരമായ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആവശ്യത്തിന് സ്ഥാപനങ്ങളും വളർച്ചയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഇനി ഒന്നിച്ചു പോകാമെന്നൊരു നിലപാടിൽ അവർ എത്തിക്കഴിഞ്ഞപ്പോഴാണ് പുതിയ ഇഷ്യൂ വരുന്നത്. രണ്ട് സമസ്തയും, EK സമസ്തയും AP സമസ്തയും ഒന്നിച്ചു പോകാൻ തീരുമാനിച്ച ഘട്ടത്തിലാണ് ഈ സമസ്തയിൽ, അതായത് EK വിഭാഗം സമസ്തയുടെ തലപ്പത്ത് ജിഫ്രി തങ്ങൾ വരുന്നത്. ജിഫ്രി തങ്ങൾക്ക് പഴയ പോലെ ജിഫ്രി തങ്ങൾക്ക് ഒരു ശരിയായ ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ പാരമ്പര്യമുണ്ട് ഒന്ന്. പിന്നെ അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയത്തിൽ നിലപാടുള്ള അവബോധമുള്ള ഒരാൾ സമസ്തയുടെ തലപ്പത്ത് വരുന്ന ആദ്യമാണ്. നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. നേരത്തെ ഇപ്പോൾ EK അബൂബക്കർ മുസ്ലിയാർ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹവും ഇതേപോലെ ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
പക്ഷേ അദ്ദേഹം അങ്ങനെ പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ ഉണ്ടായി നിലപാടൊന്നും എടുക്കുമായിരുന്നില്ല. അപ്പോൾ ഇദ്ദേഹം വന്നതിന് ശേഷം, ജിഫ്രി തങ്ങൾ വന്നതിന് ശേഷം കൃത്യമായ രാഷ്ട്രീയ നിലപാടെടുക്കാൻ തുടങ്ങി. നിലപാട് വളരെ കൃത്യമാണ്. പണ്ട് AP സ്വീകരിച്ചിരുന്നത് പോലെ തന്നെ ഒരു സമദൂരം. ലീഗല്ല സമസ്ത, സമസ്ത സമം ലീഗല്ല. ലീഗുകാർക്ക് സമസ്തയിൽ വരാം, അതുപോലെ സമസ്തക്കാർക്ക് ഏത് പാർട്ടിയിലും പോകാം എന്ന ഉദാരമായൊരു സമീപനം എടുക്കാൻ തുടങ്ങി. ലീഗല്ല സമസ്ത ആ നിലപാടെടുക്കാൻ തുടങ്ങി. ആ നിലപാടെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. അതിനിടയിൽ ഒരു ചെറിയ ഈഗോ ഇഷ്യൂ കൂടി വന്നു. ഈ ലീഗിൻ്റെ പ്രസിഡൻ്റാണല്ലോ പാണക്കാട് തങ്ങൾ. അപ്പോൾ പാണക്കാട് തങ്ങളെ പൊതുവെ പാണക്കാട് തങ്ങളെ സാധാരണ രീതിയിൽ തങ്ങളെയോ അല്ലെങ്കിൽ തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, ഇപ്പം നേരത്തെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുജൻ ഉമർ അലി ശിഹാബ് തങ്ങളെ സമസ്തയുടെ മുശാവറയിൽ എടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാളെ സമസ്തയിലേക്ക് എടുക്കണം. പാണക്കാട്ട് നിന്ന് എപ്പോഴും മുശാവറയിൽ ഒരാളുണ്ടാവും എന്ന് പറഞ്ഞാൽ ലീഗും സമസ്തയും ഒന്നിച്ച് എല്ലാം അറിഞ്ഞ് പോയിരുന്നൊരവസ്ഥയുണ്ടല്ലോ. അപ്പോൾ സമസ്തയിലേക്ക് പാണക്കാട്ട് നിന്ന് ഒരാളെ എടുക്കണം, അത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ ആകട്ടെ നിർദ്ദേശം വന്നപ്പോൾ ഇദ്ദേഹം എതിർത്തു. ആര്? ജിഫ്രി തങ്ങൾ. അദ്ദേഹം പറഞ്ഞത് വേറൊന്നുമല്ല, സമസ്തയിലേക്ക് ഒരാളെ എടുക്കുമ്പോൾ, സമസ്ത മുശാവറയിലേക്ക് ഒരാളെ എടുക്കുമ്പോൾ അയാൾക്കൊരു മതത്തിൻ്റെ ബിരുദം വേണം എന്നൊരു നിർദ്ദേശം വെച്ചു അത്രേ. അത് പുതിയ കാലത്ത് അത് സ്വീകാര്യമായി തോന്നുകയും ചെയ്യും. ശരിയാണല്ലോ, ബിരുദം വേണമല്ലോ. പക്ഷേ അതിന് ഇവർക്ക് മറുപടി പറയാൻ പറ്റിയില്ല. കാരണം ഇദ്ദേഹത്തിന് മതബിരുദമില്ല. മതബിരുദം മാത്രമല്ല, ഭൗതിക ബിരുദവുമില്ല. പക്ഷെ അതുകൊണ്ട് ഭൗതിക ബിരുദം നോക്കിയിട്ടല്ല, പ്രീ ഡിഗ്രി തോറ്റുപോയൊരു മനുഷ്യനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പ്രീ ഡിഗ്രി തോറ്റതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പാടില്ല, രാഷ്ട്രീയത്തിൽ നേതാവാകാൻ പാടില്ല എന്നാരും പറയില്ല. പഴയ നേതാക്കളെ കുറിച്ച് ആരെങ്കിലും അവരുടെ ബിരുദമോ സർട്ടിഫിക്കറ്റോ യോഗ്യതയോ നോക്കാറുണ്ടോ? പക്ഷെ പുതിയ കാലത്ത് അതിനൊരു മാർക്കറ്റ് ഉണ്ട്. ആ അർത്ഥത്തിൽ ഇതേ കാര്യം മതത്തിലുണ്ട്. മതത്തിൻ്റെ ബിരുദം വേണ്ടേ, അതൊരു ന്യായമല്ലേ എന്നുള്ള ചോദ്യം വന്നു. അപ്പോഴാണ് ഈ പാണക്കാട് തങ്ങളെ സംരക്ഷിക്കാൻ ഒരുപാട് സമിതികൾ വന്നത്. ഒന്ന്, ഈ സമസ്തയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു കോർഡിനേഷൻ വന്നു. അതിൻ്റെ ഉള്ളിലും ഇത് വന്നു, ഈ കൃത്യമായിട്ട് പോര്. അതായത് ശിഹാബ് തങ്ങൾ വിരുദ്ധരും, എന്നുവെച്ചാൽ ലീഗ് അനുകൂലി, പ്രത്യക്ഷ ലീഗും ലീഗ് വിരുദ്ധരും തമ്മിലുള്ളൊരു ഗ്രൂപ്പ് വന്നു. അത് കഴിഞ്ഞിട്ടിപ്പോൾ ഒടുവിലത്തെ കാര്യമാണ് ഈ വിയോജിപ്പ് വന്നത്. ആരോട്? ഗവൺമെൻറ്റിനോടുള്ള സമീപനം. ഇടതുപക്ഷ ഗവൺമെൻറ്റിനോട് നേരിട്ട് സമസ്തക്ക് സംസാരിക്കാവുന്നതേ ഉള്ളൂ. ഗവൺമെൻറ്റിനോട് സമസ്തക്ക് സംസാരിക്കാൻ ലീഗ് വേണമെന്നില്ല, ഇടനിലക്കാർ വേണ്ട എന്നൊക്കെയുള്ള നിലപാടെടുക്കാൻ തുടങ്ങി. അത് പിണറായി വിജയൻ അത് നന്നായി ഉപയോഗിച്ചു. അതേസമയം ലീഗുമായിട്ട് സർക്കാർ ഇടഞ്ഞു നിൽക്കുകയാണ് ചെയ്തത്. ലീഗ് ആ സമയത്ത് ലീഗും സർക്കാരും തമ്മിൽ ഇടയുകയും ചെയ്തു. അത് ആ അവസരം ലീഗും സമസ്തയും തമ്മിലുള്ള ഈ ആശയപരമായ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ അകൽച്ച പിണറായി വിജയൻ്റെ ഗവൺമെൻറ് നന്നായി ഉപയോഗപ്പെടുത്തി. സമസ്ത എന്ത് നടത്തിയാലും പിണറായി വിജയൻ അത് വിജയിപ്പിക്കും. ലീഗിനെ വിളിച്ചില്ലെങ്കിൽ പോലും സമുദായവുമായി സംസാരിക്കാനുള്ള കാര്യങ്ങൾക്ക് സമസ്തയെ വിളിക്കാൻ തുടങ്ങി, അവർ പോകാൻ തുടങ്ങി, കാണാൻ തുടങ്ങി. അത് ഒരു വലിയ സ്വാരസ്യം ഉണ്ടാക്കി. അപ്പോൾ പിന്നെയും ആശങ്കയായി. അതെന്താണെന്ന് വെച്ചാൽ അതേ സമയത്ത് തന്നെയാണ് ലീഗിൽ നിന്നൊരു കൂട്ടർ ഇടതുപക്ഷത്തേക്ക് പോകണം എന്നൊരു വാദം വന്നത്. അത് വേണമെന്നും വേണ്ട എന്നും വാദിക്കുന്ന രണ്ട് പക്ഷമുണ്ടായി. അപ്പോഴും ഇത് ഇഷ്യൂ ആയി, പാണക്കാട് തങ്ങളും തങ്ങൾ വിരുദ്ധ ഗ്രൂപ്പും. ഇങ്ങനെ ഒന്നിനൊന്ന് വ്യത്യസ്തമായ കുറേ കാര്യങ്ങൾ വന്നു. അതിനിടയിലാണ് ഇടതുപക്ഷം സംഘടിപ്പിച്ച ഈ CAA വിരുദ്ധ സമരങ്ങളിൽ സമസ്തയിലെ തന്നെ മുക്കം ഉമർ ഫൈസി പോയി പങ്കെടുക്കുന്നു, CPM-ൻ്റെ വേദിയിൽ അദ്ദേഹം നിസ്കരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സീനുകളൊക്കെ വന്നത് അങ്ങനെയാണ്. അപ്പോൾ മാത്രമല്ല, ഈ മുക്കം ഉമർ ഫൈസി പരസ്യമായി ചില നിലപാടുകൾ എടുക്കാൻ തുടങ്ങി. ലീഗ് തന്നെ സുന്നി എന്ന് പറയുന്ന ലീഗല്ല, സ്വതന്ത്രമായ നിലപാടാണെന്നൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോൾ അതിന് വിരുദ്ധമായൊരു മറുവശവും രൂപപ്പെട്ടു വന്നു, വളരെ പ്രകടമായിട്ട്. അപ്പുറത്ത് ഇദ്ദേഹം വന്നല്ലോ, ഇപ്പുറത്ത് ഇദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് തന്നെ മറ്റൊരു ഗ്രൂപ്പ് സജീവമായിട്ട് വന്നു. അതിൻ്റെ തലപ്പത്തിരുന്ന ആ കൂട്ടത്തിലുള്ള നേതാക്കന്മാരാണ് ഇവർക്കൊക്കെ. ഇപ്പോൾ ആർക്കൊക്കെ മതവിരുദ്ധമുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ ഗ്രൂപ്പ് അബ്ദുസമദ് പൂക്കോട്ടൂർ, ആ ഒരു ഗ്രൂപ്പാണ് ലീഗിനെ എന്ത് വില കൊടുത്തും പാണക്കാട് തങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായി. ആവശ്യമില്ലാത്തതാണത്. പാണക്കാട് തങ്ങൾക്ക് സത്യത്തിൽ ഇത്തരം ഊന്നുവടികളൊന്നും ആവശ്യമില്ല. അദ്ദേഹത്തിന് ലീഗ് മതി. ലീഗിനോട് പരമ്പരാഗതമായി സമസ്തയിലെ സുന്നികൾ സ്വീകരിക്കുന്ന നിലപാട് മതി. അത് മതിയായിരുന്നു അദ്ദേഹത്തിന്. ഇപ്പോൾ അത് വലിയ ദോഷം ചെയ്യുന്ന മട്ടാണ്. പാണക്കാട് തങ്ങൾ ഫൗണ്ടേഷൻ ഉണ്ടാക്കി. തങ്ങൾ
തങ്ങന്മാർ ഏതൊക്കെയോ മഹല്ലുകളിൽ കാദിമാരാണ്. ആ മഹല്ലുകളുടെ മുഴുവൻ കമ്മിറ്റി കോർഡിനേഷൻ ഉണ്ടാക്കി, സമസ്ത സ്ഥാപനങ്ങളുടെ കോർഡിനേഷൻ ഉണ്ടാക്കി, പലതരത്തിൽ ഒരു 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 തങ്ങൾ അച്യുതണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തെ കേരളം മുഴുവൻ നടത്തിയിട്ട് ലീഗ് തന്നെ ഇദ്ദേഹം പ്രസിഡന്റായി കഴിഞ്ഞപ്പോൾ കേരളത്തിൽ മുഴുവനും ജനസമ്പർക്ക പരിപാടികൾ, പ്രമുഖന്മാർ, പൗരപ്രമുഖന്മാർ, മറ്റു സമുദായ നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കൾ, അവരോടൊക്കെ ഒപ്പം പ്രാതൽ, അവരുമായിട്ട് ചർച്ച, ഇങ്ങനെ ഒരു ജനസമ്പർക്ക പരിപാടി പോലെ. അതും ഏറെക്കുറെ മനഃപൂർവ്വം. ഒരിക്കലും പാണക്കാട് തങ്ങന്മാർ ഈ ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങി നടക്കാറില്ല. അവരെ ആവശ്യമുള്ളവർ എപ്പോഴും അവരെ വിളിച്ചു വരുത്തുകയോ അവരെ തേടി ചെല്ലുകയോ ആണ് പതിവ്. അതൊക്കെ തന്നെ പിൽക്കാലത്തുണ്ടായ ഒരു പുതിയ മാർക്കറ്റിംഗ് തന്ത്രമായി. ഈ പുതിയ ആദർശ സംരക്ഷണ സമിതി ഉണ്ടല്ലോ, അതിന്റെ നേതൃത്വത്തിൽ ആരൊക്കെയാണ്? നേതൃത്വത്തിൽ ആരും ഇപ്പോൾ അത് അതിനുവേണ്ടി പത്രസമ്മേളനം നടത്തിയത് അബ്ദുസമദ് പൂക്കോട്ടൂരാണ്. സുന്നി ആദർശ സംരക്ഷണ സമിതി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല പാണക്കാട് തങ്ങളാണ് സുന്നി എന്ന് വരുത്തുകയാണ്. അഥവാ മുസ്ലിം ലീഗിലുള്ളവരാണ് യഥാർത്ഥ സുന്നികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ആദ്യത്തെ പ്രസ്താവന തന്നെ മുക്കം ഉമർ ഫൈസിയെ പുറത്താക്കണം എന്നാണ്. ഇത്തരത്തിലുള്ള ഈ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയിട്ട് പുതിയൊരു വേദിയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ കുറച്ച് ആളുകൾക്ക് അങ്ങനെയും മേൽവിലാസം ഉണ്ടാവാൻ, അങ്ങനെ ഈ ലൈം ലൈറ്റിൽ നിറഞ്ഞു നിൽക്കാനും മീഡിയയിൽ ഇടപെടാനും ഒക്കെ അബ്ദുസമദ് പൂക്കോട്ടൂരിനൊക്കെ അത് ആവശ്യമുണ്ടായിരിക്കും. പക്ഷെ പാണക്കാട് തങ്ങൾക്ക് അത് ആവശ്യമുണ്ടോ എന്ന് ഇനിയും ആലോചിക്കേണ്ടതാണ്. ഇങ്ങനെ തങ്ങൾ ഇത്തരം രീതി അദ്ദേഹത്തിന് ദോഷകരമായിട്ട് ഇത്തരം വേദികളൊക്കെ ലീഗിനും തങ്ങൾക്കൊക്കെ ഇത്തരക്കാർ ഈ പൊയ്ക്കാലികൾ ഈ സാധനം ഉണ്ടല്ലോ. ഇപ്പോൾ ലീഗിനെയും തങ്ങളെയും രക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്ന രക്ഷ ഉണ്ടല്ലോ, രക്ഷാ പടകൾ, സേനകൾ. നമ്മൾ പറയില്ലേ, ദൈവത്തെ രക്ഷിക്കാൻ സേന ഉണ്ടാക്കുക, പ്രവാചകൻ രക്ഷിക്കാൻ സേന ഉണ്ടാക്കുക എന്ന് പറയുന്നത് പോലെ ഈ ദുർബലന്മാർക്കാണല്ലോ അത് ഉണ്ടാക്കേണ്ടി വരിക. ദൈവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ പാണക്കാട് തങ്ങൾക്കും ലീഗിനും ആവശ്യമില്ലാത്ത ചില രക്ഷാസേനകൾ ഉണ്ടാക്കിയിട്ട് ലീഗിനെ തന്നെ, പാണക്കാടിനെ തന്നെ പറയിപ്പിക്കുകയാണ്, അപായപ്പെടുത്തുകയാണ്, മാനം കെടുത്തുക, അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം പരിഹാസ്യമായ നീക്കങ്ങളുണ്ടല്ലോ. ഇത്തരം മാർക്കറ്റിംഗ് എന്തായിരുന്നാലും അത് പാണക്കാടിന് വേണ്ടിയല്ല, ലീഗിന് വേണ്ടിയല്ല, അതിൻ്റെ ചെലവിൽ ജീവിക്കുന്ന ചിലർക്ക് വ്യക്തിപരമായിട്ട് ഉള്ള ഒരു താല്പര്യങ്ങളായിരിക്കും അതിൻ്റെ പിന്നിൽ നിന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ലീഗ് തിരിച്ചറിഞ്ഞാൽ നല്ലതാണ്, പാണക്കാട് തങ്ങൾ തിരിച്ചറിഞ്ഞാൽ അതിലേറെ നല്ലതാണ്. ഇപ്പോൾ ലീഗിന് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ ഡാമേജ് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ തീർക്കുന്നുണ്ട്, പ്രത്യേകിച്ചും പിണറായി വിജയൻ. അതായത് ലീഗിന്റെ അധ്യക്ഷനായിട്ട് തങ്ങൾ വന്നതിന് ശേഷമാണ് SDPI അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി ബന്ധമൊക്കെ രൂപപ്പെടാൻ വേണ്ടി തുടങ്ങിയത്, ലീഗുമായിട്ടുള്ള ബന്ധം. അതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ എന്താണ് അദ്ദേഹം പറയുന്നതിന്റെ? അല്ല, അതിന്റെ താല്പര്യം വളരെ പ്രകടമാണ്. കോൺഗ്രസ് ഇന്ത്യയിലും കേരളത്തിലും വല്ലാതെ ക്ഷീണിച്ചു പോകുമെന്നും അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഗത്യന്തരമില്ലാതെ അധികാരത്തിന് പുറത്തു നിന്നും മടുത്തിട്ട് ലീഗ് ഇടതുപക്ഷത്തിന്റെ കൂടെ ചെല്ലുമെന്നും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്. അത് തകർന്നു പോയതാണ് കാര്യം. കോൺഗ്രസ് രക്ഷപ്പെടാൻ തുടങ്ങി, കേരളത്തിലും കോൺഗ്രസ് വലിയ പ്രതീക്ഷ നൽകി. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും UDF ഉറച്ചു നിൽക്കാൻ ലീഗ് നിർബന്ധിതരായിത്തീരും. അപ്പോൾ ലീഗിനെ കൂട്ടിയിട്ട് ഇനി ഒരു 3ാം ടേം കൂടി ഭരിക്കാമെന്ന വ്യാമോഹം നഷ്ടപ്പെടുന്നതിൻ്റെ സങ്കടം മാത്രമാണ്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. അതിനെ രാഷ്ട്രീയമായി നേരിട്ടോളും കേരളം. അത് ലീഗിന് ഈസി ആയിട്ട് നേരിടാനും പറ്റും, യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇത്തരം ഈ പൊയ്വടികൾ പൊട്ടിച്ചിട്ട്, ഇത്തരം പൊറാട്ട് നാടകങ്ങൾ കളിച്ചിട്ട് ഈ ലീഗിനും സമസ്തക്കും, ലീഗിനും പാണക്കാട് തങ്ങൾക്കും ദുഷ്പേരുണ്ടാക്കുന്നവരെ കരുതിയിരിക്കുകയാണ് ഇപ്പോൾ അടിയന്തരമായിട്ട് ലീഗ് ചെയ്യേണ്ടത്.